ഞാൻ ഇന്ന് ഇവിടെ ഒരു പിക്ചറാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഈ പിക്ചർ നോക്കി എന്തൊക്കെ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. കാര്യം നമുക്ക് ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കാനുള്ള ഒരു നല്ല മെത്തേഡാണിത്. ആൻഡ് ഓൾസോ നിങ്ങൾ സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ പഠിക്കാനും കൂടിയുള്ള ഒരു നല്ല മെത്തേഡാണ് ഇത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ പിക്ചർ ഫസ്റ്റ് തന്നെ നോക്കുമ്പോൾ കുറേ കുട്ടികൾ ഐസ്ക്രീം കഴിക്കുന്നു. പിന്നെ അവർ മണ്ണ് കൊണ്ട് കളിക്കുന്നവരുണ്ട്, വെള്ളത്തിലുണ്ട്. അങ്ങനെ പല സൈസിലുള്ള കുട്ടികളാണ്, പലതാണത് ഇവിടെയുള്ളത്. അപ്പം നമുക്ക് ഓരോന്നോരോന്ന് സെൻറ്റൻസുകളായി നമുക്ക് നോക്കാം. ഈ ഇമേജിൽ ആദ്യം നമ്മൾ പറയുകയാണെങ്കിൽ എന്താ, കുറേ കുട്ടികൾ ബീച്ചിൽ കളിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ? അപ്പം നമുക്ക് എങ്ങനെ പറയണം അത്? ദിസ് ഇമേജ്, ഈ ഇമേജ് ഡിപ്പെക്ട്സ് എന്ന് പറഞ്ഞാൽ അത് കാണിക്കുന്ന അല്ലെങ്കിൽ അത് വർണ്ണിക്കുന്നത് എ ഗ്രൂപ്പ് ഓഫ് ചിൽഡ്രൻ എൻജോയിങ് എ ഡേ അറ്റ് ദ ബീച്ച് അല്ലേ? ഒരു ഗ്രൂപ്പ് ഓഫ് ചിൽഡ്രന് അറ്റ് ദ ബീച്ചിൽ എൻജോയ് ചെയ്യുന്ന ഒരു പിക്ചറാണ് ഈ കാണിച്ചിരിക്കുന്നത്. എങ്ങനെയാണ്? ദിസ് ഇമേജ് ഡിപ്പെക്ട്സ് എ ഗ്രൂപ്പ് ഓഫ് ചിൽഡ്രൻ enjoying a day at the beach. Some are playing in the sand, building sand castle and digging holes. Right? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? Some are playing in the sand. കുറച്ച് കുട്ടികൾ മണ്ണ് കൊണ്ട് കളിക്കുകയാണ് അവരല്ലേ? Some are playing in the sand. അവരെന്താ ചെയ്യണത്? നമുക്കത് ഊഹിക്കാൻ കഴിയും. കുട്ടികളൊക്കെ എന്താ ചെയ്യണത്? മണ്ണും കൊണ്ട് വീടുകൾ ഉണ്ടാക്കും അല്ലെ? അതിനെ നമ്മൾ പറയുന്നതാണ് സാൻഡ് കാസ്റ്റിൽ. ബിൽഡിംഗ് സാൻഡ് കാസ്റ്റിൽസ് ആൻഡ് ഡിഗിങ് ഹോൾസ്. എന്നിട്ട് അവരതിന് ഹോൾസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഡിഗിങ്, കുഴിക്കുകയാണ്, ഹോൾസ്. സം ആർ പ്ലേയിങ് ഇൻ ദ സാൻഡ്, ബിൽഡിംഗ് സാൻഡ് കാസ്റ്റിൽസ് ആൻഡ് ഡിഗിങ് ഹോൾസ്. കുറച്ച് കുട്ടികൾ എന്താ ചെയ്യണത്? അവിടെ വെള്ളത്തിൽ നീന്തിയും ഇങ്ങനെ വെള്ളം ഇട്ട് തെറിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആ പുറകിൽ നോക്കൂ നിങ്ങൾ. അതേഴ്സ് ആർ സ്വിമ്മിങ് ഇൻ ദ ഓഷൻ. ഓഷനിൽ നീന്തുകയാണ്. അതേഴ്സ് ആർ സ്വിമ്മിങ് ഇൻ ദ ഓഷൻ സ്പ്ലാഷിങ്. വെള്ളം ഇങ്ങനെ തെറിപ്പിക്കുന്നുണ്ട്. കുട്ടികളൊക്കെ ചിരിക്കുന്നുണ്ടാവും അല്ലെ? ആൻഡ് ലാഫിങ്. സം ആർ പ്ലേയിങ് ഇൻ ദ സാൻഡ്, ബിൽഡിംഗ് സാൻഡ് കാസ്റ്റിൽസ് ആൻഡ് ഡിഗിങ് ഹോൾസ്. Others are swimming in the ocean, splashing and laughing. ഇനി കുറച്ച് കുട്ടികൾ ഐസ്ക്രീം കഴിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ എങ്ങനെ പറയാ? A few are eating ice cream അല്ലെ? അവർ ഐസ്ക്രീം കഴിക്കുകയാണ്. പിന്നെ കുട്ടികളെല്ലാം എന്താണ്? ചിരിക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെ പറയാം? The children are all smiling. ഇനി നമ്മൾ എന്താണ്, ഈ പടത്തിലുള്ള കുട്ടികളെല്ലാം പല സൈസും അല്ലെ, പല ഏജും ഒക്കെയുള്ള കുട്ടികളാണ്. അപ്പൊ നമുക്കതെങ്ങനെ പറയാം? ദ ചിൽഡ്രൻ ഇൻ ദ ഇമേജ്, ഈ ഇമേജിലുള്ള കുട്ടികൾ, ദ ചിൽഡ്രൻ ഇൻ ദ ഇമേജ് ആർ ഓൾ ഡിഫറെന്റ് ഏജസ് ആൻഡ് സൈസസ് അല്ലെ? ഡിഫറെന്റ് ഏജിലും സൈസസിലുമുള്ള കുട്ടികളാണ്. ദ ചിൽഡ്രൻ ഇൻ ദ ഇമേജ് ആർ ഓൾ ഡിഫറെന്റ് ഏജസ് ആൻഡ് സൈസസ്. പിന്നെ ഇവരെന്താണ്? ദീസ് ആർ ബോയ്സ് ആൻഡ് ഗേൾസ്. ബോയ്സും ഉണ്ട്, ഗേൾസും ഉണ്ട്. ദീസ് ആർ ബോയ്സ് ആൻഡ് ഗേൾസ്. പിന്നെ ഇതിനകത്ത് നമ്മൾ പറയുകയാണെങ്കിൽ കുട്ടികളുടെ ഒരു ചൈൽഡ്ഹുഡ് അല്ലെ? നമുക്കിത് കണ്ടപ്പോൾ തന്നെ ഒരു ചൈൽഡ്ഹുഡാണ് ഓർമ്മ വന്നത്. ദിസ് ഇമേജ് ഈസ് എ ഗ്രേറ്റ് എക്സാമ്പിൾ ഓഫ് ദ ജോയ് ഓഫ് ചൈൽഡ്ഹുഡ് അല്ലെ? സന്തോഷത്തിന്റെ ഒരു ചൈൽഡ്ഹുഡാണ് ഇത്. എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഷോസ് ചിൽഡ്രൻ ബീയിങ് കെയർ ഫ്രീ. കെയർ ഫ്രീ എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നിനെ കുറിച്ച് ആശങ്കയില്ലാത്തൊരവസ്ഥയിലാണ് കുട്ടികൾ. ആൻഡ് എൻജോയിങ് ദ സിമ്പിൾ തിങ്സ് ഇൻ ലൈഫ്. പിന്നെ നമ്മളിനി പുറകിലോട്ട് നോക്കുകയാണെങ്കിൽ സണ്ണ് അവിടെ ഷൈൻ ചെയ്ത് നിൽപ്പുണ്ട്. സ്കൈ നല്ല ബ്ലൂവിൽ അവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ അതെങ്ങനെ പറയും? ദ സൺ ഈസ് ഷൈനിങ് ബ്രൈറ്റ്ലി ആൻഡ് ദ സ്കൈ ഈസ് ഡീപ്പ് ബ്ലൂ. ഇനി നമ്മുടെ കുട്ടികളുടെ അടുത്ത് നോക്കൂ, ബക്കറ്റും പിന്നെ ഷവൽസും ഒക്കെ. ഇങ്ങനെ ഷവൽസ് എന്താണ്? ഈ അടിച്ചുവാരി പോലത്തെ ഒരു സാധനം നിങ്ങൾ കണ്ടോ? മണ്ണ് വാരിയെടുക്കാൻ വേണ്ടി കുട്ടികൾ ഉപയോഗിക്കുന്നതായിരിക്കാം. അതിന് നമ്മൾ പറയണത് എന്താണ്? ഷവൽസ്. There are buckets and shovels lying around the children. കുട്ടികളുടെ ചുറ്റുമായിട്ട് കിടപ്പുണ്ട്. There are buckets and shovels lying around the children.
അപ്പൊ ഈ പിക്ചർ നോക്കി നിങ്ങൾക്ക് പറയാൻ കഴിഞ്ഞോ? നമുക്കൊന്നും കൂടെ നോക്കാം. This image depicts a group of children enjoying a day at the beach. Some are playing in the sand, building sand castles and digging holes. Others are swimming in the ocean, splashing and laughing. A few are eating ice cream. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? The children are all smiling. The children in the image are all different ages and sizes. There are boys and girls. This image is a great example of the joy of childhood. It shows children being carefree and enjoying the simple things in life. കുട്ടികൾ എന്താ പറയാ, ഈ സാൻഡ് കാസ്റ്റിൽ ഉണ്ടാക്കുന്നതിലൊക്കെ ഭയങ്കരധികം എൻജോയ് ചെയ്യാണ് കുട്ടികൾ. The sun is shining brightly and the sky is a deep blue. There are buckets and shovels lying around the children. കുട്ടികളുടെ ചുറ്റിനും ബക്കറ്റ്സും ഷവൽസും ഒക്കെ കിടപ്പുണ്ട്. ഇനിയിപ്പോ ഞാൻ പറയാത്ത കുറെ കാര്യങ്ങൾ നിങ്ങൾ ഇതിനകത്ത് പറഞ്ഞു. നമുക്ക് ഈ വെള്ളത്തിനെ കുറിച്ച് പറയാൻ കഴിയും. അപ്പോ നിങ്ങൾ ഇത് ഞാൻ പറയാത്ത സെന്റൻസുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ ഈ പിക്ചർ നോക്കി നിങ്ങൾ കമന്റ് ബോക്സിൽ എഴുതണം. കാര്യം നമ്മുടെ ഇംഗ്ലീഷിന്റെ നമുക്ക് എത്രമാത്രം ഇംഗ്ലീഷ് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നും എത്രമാത്രം നമുക്ക് സംസാരിക്കാൻ കഴിയും എന്നൊക്കെയുള്ളത് ഈ പിക്ചർ നോക്കി നിങ്ങൾ പറയാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രമായിരിക്കില്ല നിങ്ങൾക്ക് ഈ പിക്ചർ നോക്കുമ്പോൾ പറയാൻ കിട്ടുക. ഇംഗ്ലീഷ് സംസാരിക്കാൻ നല്ലൊരു മെത്തേഡാണ് ഇത്. ഈ പിക്ചർ നോക്കി നിങ്ങൾക്ക് എന്തൊക്കെ പറയാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ കമന്റ് ബോക്സിൽ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ 2 കഥകൾ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു. ആ കഥകളിലൂടെ എങ്ങനെ ഇംഗ്ലീഷ് പഠിക്കാം എന്നുള്ളത്. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് പിക്ചർ തന്നു കഴിഞ്ഞു, എങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കാം എന്നൊക്കെയുള്ളത്. ഇതൊക്കെ വളരെയധികം പ്രയോജനപ്പെടുന്ന ക്ലാസ്സുകളാണ്. പിന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ളത് നമ്മുടെ കമന്റ് ബോക്സിൽ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാം. അടുത്ത ദിവസം ഞാൻ വീണ്ടും ഇതേപോലെ ഒരു പിക്ചർ തരുന്നതാണ്. നമുക്കതിനെക്കുറിച്ച് സംസാരിച്ച് പഠിക്കാം. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ഇന്ന് നമ്മൾ മുഖം കണ്ടില്ല അല്ലെ? അപ്പൊ പക്ഷേ ഇത് കണ്ട് നിങ്ങൾ സംസാരിക്കുക കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. എല്ലാവരോടും നന്ദി പറയുന്നു.